എൻ കാതലി. രചന അച്ചൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂർ നഗരത്തിന്റെ പരിസര പ്രദേശത്തുള്ള പ്രധാന ബീച്ചായ ഗോകർണ ബീച്ച്. ഒരുപാട് പ്രണയങ്ങൾ പൂത്തുലഞ്ഞ ഇടം. ചിലരുടെയൊക്കെ പ്രണയം ലോകം അറിഞ്ഞ ഇടം. പലരുടെയും ഉള്ളിൽ കുഴിച്ചു മൂടിയ പ്രണയത്തിന്റെ നോവ് അറിഞ്ഞ ഇടം. മറ്റു ചിലരുടെയൊക്കെ വിരഹത്തിന്റെയും വേർപാടിന്റെയും നോവുകൾക്ക് ആശ്വാസം നൽകുന്ന ഇടം. അസ്തമയ സൂര്യൻ കടലിനെ മൃദുവായി ചുംബിക്കാൻ തയ്യാറെടുക്കുന്ന സമയം. അപ്പോഴും തിരയടങ്ങാത്ത പ്രണയത്തോടെ ചുംബിച്ചുകൊണ്ടിരുന്ന കടലിനെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. ഗോകർണ ബീച്ചിലെ പ്രധാന കഫേയായ സൺഷൈൻ കഫേയുടെ ഉൾവശം. ഒരുപാട് പ്രണയിതാക്കൾ ടേബിളുകൾക്ക് ചുറ്റും സ്ഥാനം പിടിച്ചിരുന്നു. ചിലരൊക്കെ അതിയായ സന്തോഷത്തോടെ തങ്ങളുടെ പ്രണയം പങ്കുവെക്കുന്നു. മറ്റു ചിലർ തങ്ങൾക്കിടയിലെ കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങൾ പറഞ്ഞു തീർക്കുന്നു. ചിലരൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച പ്രണയം പുറത്തു വരാതിരിക്കാൻ കഴിവതും ശ്രമിച്ചുകൊണ്ട് എതിർവശത്തിരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ നിറഞ്ഞ ഒരിടം തന്നെയായിരുന്നു അവിടവും. സൺഷൈൻ കഫേയുടെ ഒരു കോർണറിലെ 2 സീറ്റർ ടേബിൾ. താനെന്തിനെ കാണുന്നു പറഞ്ഞു. അവൻ തന്റെ ഓപ്പോസിറ്റ് ചേർക്കുന്ന അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടത് അവളൊന്ന് ചെറുതായി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്താണോ താനെന്തിനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? അവൻ വീണ്ടും തന്നെ ചോദ്യം ആവർത്തിച്ചു. എങ്കിലും അവളൊന്നും പ്രതികരിച്ചില്ല. എപ്പോഴും വായിട്ടലച്ചുകൊണ്ടിരിക്കുന്ന അവൾ മിണ്ടാതിരിക്കുന്ന കണ്ടതും അവന്റെ സംശയം ഒന്നുകൂടി വർദ്ധിച്ചു. ഞാനന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ താനെന്നെ തിരിച്ച് പ്രണയിക്കണമെന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. തനിക്കിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. താൻ ആ കാര്യം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. എന്നിട്ട് തനിക്കിപ്പോൾ പറയാനുള്ള കാര്യം പറ. സിധു, നമുക്ക് നടന്നാലോ? അവളുടെ ആവശ്യം കേട്ടതും അവരൊന്ന് ചെറുതായി പുഞ്ചിരിച്ചു. പിന്നെ സമ്മതഭാവത്തിൽ തലചലിപ്പിച്ചുകൊണ്ട് ഇരിപ്പുറപ്പിച്ചിരുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ടേബിളിന്റെ മുകളിൽ വെച്ചിരുന്ന ഫോൺ എടുത്ത് പാനിന്റെ പോക്കറ്റിലേക്ക് തിരികെ. അപ്പോഴേക്ക് അവൾ 2 അടി മുന്നോട്ട് നടന്നിരുന്നു. അവനും അവൾക്ക് പുറകെ വെച്ച് പിടിച്ചു. ബീച്ച് സൈഡിലുള്ള റെസ്റ്റോറന്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും ഇരുവരും ബീച്ചിലെ മണൽത്തരികളിലൂടെ മുന്നോട്ട് നടന്നു. കുറച്ചു സമയം നടന്നിട്ടും അവളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അവനൊന്ന് തൻ്റെ കൂടെ നടക്കുന്നവളെ തലയിരിച്ച് നോക്കി. കാര്യമായ എന്തോ ചിന്തകളിൽ ഉഴറി നടക്കുകയാണെന്ന് ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അവളുടെ മനോഹരമായ വെള്ളാരം കണ്ണുകൾ വിളിച്ച് ഓതുന്നുണ്ടായിരുന്നു. അവനവൾ ഒന്നുകൂടിയെ നോക്കി. അവൾക്കൊപ്പം ഓരോ അടിയും മുന്നോട്ട് വെക്കവേ അവൻ്റെ ഓർമ്മകൾ വർഷങ്ങൾ പുറകിലേക്ക് നീങ്ങി. ബിരുദ പഠനത്തിന് വേണ്ടി മലയാള മണ്ണിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നും അന്ന് ആദ്യമായി ബാംഗ്ലൂർ സിറ്റിയിലേക്ക് പറിച്ചിടുമ്പോൾ ഈ സിറ്റിയിൽ അവൻ അറിയാവുന്ന ഒരാൾ പോലും ഇല്ലായിരുന്നു. ഇവൻ സിദ്ധാർത്ഥ് മാധവ് എന്ന സിദ്ധു. അന്ന് ആദ്യമായി ബാംഗ്ലൂർ സിറ്റിയിൽ കാലുകുത്തുമ്പോൾ പ്രായം 18. ഒറ്റ നോട്ടത്തിൽ കാണാനൊരു ചോക്ലേറ്റ് ബോയ്. നിഷ്കളങ്കമായ മുഖം. അധികം ആരോടും അങ്ങോട്ട് ചെന്ന് കൂട്ടുകൂടാത്ത പ്രകൃതം. വെളുത്ത നിറം. ഏകദേശം 6 അടി പൊക്കം. സാധാരണ നായകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി 6 പാക്കോ 8 പാക്കോ ഒന്നുമില്ല. തന്റെ ആഗ്രഹത്തിന് ബാംഗ്ലൂരിലെ പേരുകേട്ട കോളേജിൽ തന്നെ ബികോം പഠിക്കാൻ അഡ്മിഷൻ കിട്ടിയ സന്തോഷത്തിലാണ് അവൻ അന്ന് ബാംഗ്ലൂരിലേക്ക് കുടിയേറിയത്. ഒരുപാട് പ്രതീക്ഷകളോടെ. അറിയാത്ത, കേട്ട് മാത്രം പരിചയമുള്ള നാട്, അറിയാത്ത ആളുകൾ, അറിയാത്ത ഭാഷ. അങ്ങനെയൊക്കെ ആദ്യ ദിവസങ്ങളിൽ കുറച്ചധികം ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും ദിവസങ്ങൾ പോകെ പോകെ ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അതിലെല്ലാവരും തന്നെ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് കൂട്ടുകൂടിയവരായിരുന്നു. പ്രധാനമായും 3 പേരായിരുന്നു അവൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. ഒന്നാമൻ യാഷ് എന്ന് വെളുത്ത് ചുവന്ന കടുങ്കാപ്പിക്കണ്ണുള്ളൊരു മൊൻസൻ. ആള് പാതി മലയാളിയാണ്, പാതി കന്നഡയും. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരു പെൺകുട്ടിയും നോക്കുന്ന തരത്തിലുള്ള ഭംഗിയാണ് ആൾക്ക്. മനോഹരമായ പുഞ്ചിരിയും കൂടെ ഇടത് കവിളിൽ തെളിയുന്ന ഗർത്തവുമാണ് അവൻ്റെ ഹൈലൈറ്റ്. ബോഡി ഫിറ്റ്നസ് പിന്നെ പറയാൻ വേണ്ട. മൊത്തത്തിലൊരു ഹീറോ ലുക്ക്. രണ്ടാമത്തെ ലക്ഷ്മി എന്ന ലിച്ചു. ഒരു തമിഴത്തി പെണ്ണാണ്. ആരുമൊന്ന് നോക്കി പോകുന്ന റോസാപ്പൂവിൻ്റെ നൈർമല്യമുള്ള പെണ്ണ്. അവളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവളുടെ വസ്ത്രധാരണ രീതിയാണ്. ബാംഗ്ലൂർ നഗരത്തിലെത്തിയിട്ടും മിക്കപ്പോഴും സമയങ്ങളിലെല്ലാം വേഷം ധാവണിയോ സാരിയോ ആയിരിക്കും. അതും അവൾക്ക് നല്ലതുപോലെ ഇണങ്ങുന്ന വർണ്ണങ്ങളിലുള്ളവ. ഒറ്റ നോട്ടത്തിൽ തന്നെ യാഷിന്റെ മനസ്സ് കീഴടക്കി അവന്റെ സ്വന്തം പട്ടത്തി പെണ്ണ്. മൂന്നാമത്തേത് നികിത ജഗന്നാഥൻ എന്ന് നിക്കി. ഒരു മലയാളി പെൺകുടി. കേരളത്തിലെ മെട്രോ സിറ്റിയായ കൊച്ചിയിൽ നിന്നാണ് അവളുടെ ബാംഗ്ലൂരിലേക്കുള്ള പറിച്ചുനടൽ. ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടി. ഡോക്ടറായ അച്ഛനും വീട്ടമ്മയായ അമ്മയ്ക്കുമിടയിൽ അസ്വാരസ്യങ്ങൾക്കിടയിൽപ്പെട്ട് ഉഴലുന്ന ഒരു പെൺകുടി. വെളുത്ത നിറമല്ലെങ്കിലും ഇരുനിറമാണെന്നും പറയാൻ കഴിയാത്ത നിറം. മനോഹരമായി തിളങ്ങുന്ന വെള്ളാരം കണ്ണുകൾ, ചെറുചുവപ്പാർന്ന അധരങ്ങൾ. യാഷിനെ പോലെ തന്നെയാണ് നിക്കിയുടെയും ഹൈലൈറ്റ്. മനോഹരമായ ചിരിയും കൂട്ടിനായി 2 കവിളുകളും വിടരുന്ന ആഴത്തിലുള്ള ഗർത്തങ്ങളും. ലച്ചുവിൽ നിന്ന് വ്യത്യസ്തമായ വസ്ത്രധാരണം. തീർത്തും ഒരു മോഡേൺ പെൺകുട്ടിയുടെ സാമ്യമുള്ളവ. അവിടെ ചെന്നപ്പോഴും ആദ്യം കിട്ടിയ കൂട്ട് ഹോസ്റ്റൽ മേറ്റായ യാഷ് തന്നെയായിരുന്നു. അടുത്ത ദിവസം കോളേജിൽ പോകുന്ന വഴിക്ക് വെച്ചാണ് ആദ്യമായി ലച്ചുവിനെ കാണുന്നത്. ഒരു ചുമപ്പും പച്ചയും ധാവണിയെടുത്തു പോവുകയായിരുന്നവൾ ആദ്യ കാഴ്ചയിൽ തന്നെ അനുവാദം പോലും ചോദിക്കാതെ യാഷിന്റെ ഇടനെഞ്ചിലേക്ക് ഇടിച്ച് കയറിയിരുന്നു. ഒരു ദിവസത്തെ പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും തന്റെ ഫീലിങ്സ് യാഷി സിദ്ധുവിനോട് തുറന്നു പറഞ്ഞു. ക്ലാസ്സിലെത്തിയതും ആ ധാവണിക്കാരി അവരുടെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. ഒരേ ക്ലാസ്സിലായതിനാൽ അവളെ പരിചയപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും നേരിട്ടില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം ക്യാൻറ്റീനിൽ സംസാരിച്ചിരിക്കുന്ന യാഷിന്റെയും സിദ്ധുവിന്റെ അടുത്തേക്ക് വന്ന ലച്ചുവിന്റെ കൂടെ ഒരു മോഡേൺ പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു.
അവരുടെ ക്ലാസ്സിൽ പുതുതായി ജോയിൻ ചെയ്ത നിക്കി. അന്ന് ആ ക്യാൻറ്റീനിൽ വെച്ച് തുടങ്ങിയായിരുന്നു ആ 4 സംഘത്തിന്റെ സൗഹൃദം. പോകെ പോകെ ഇടയ്ക്കെപ്പോഴും ആദ്യ വർഷം തന്നെ യാഷ് തന്റെ പ്രണയം ലച്ചുവിനെ അറിയിച്ചിരുന്നു. ആദ്യം കുറച്ച് ചാടിയിട്ടെങ്കിലും അവസാനം ലച്ചുവും തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അതിൽ പിന്നെ ചിലപ്പോഴൊക്കെ അവർക്കിരുവർക്കും പ്രൈവസി കൊടുത്തുകൊണ്ട് സിധു നിക്കി മാറിയിരുന്ന് സംസാരിക്കുന്ന പലപ്പോഴും പതിവായി. അതിനിടയിലാണ് നിക്കി അവരുടെ കാര്യങ്ങളൊക്കെ സിധുവിനോട് ഷെയർ ചെയ്ത് തുടങ്ങിയത്. യാഷും ലച്ചുവും പ്രണയിച്ച് നടക്കുന്നതിന്റെ കൂടെ തന്നെ സിധു നിക്കിയുമായുള്ള സൗഹൃദവും അവർ നല്ലതുപോലെ കീപ്പ് ചെയ്തിരുന്നു. ചിലപ്പോഴൊക്കെ ഹോസ്റ്റലിൽ നിന്ന് ചാടിയും ക്ലാസ് കട്ട് ചെയ്ത് 4 സംഘം കറങ്ങി നടന്നു. ഇടയ്ക്കെപ്പോഴോ സിധു നിക്കിയെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. അവൻ അവളുടെ ഉള്ളിൽ ചെറിയൊരു ഇഷ്ടം ആദ്യമേ ഉണ്ടായിരുന്നു. അത് വൈകാതെ അവനിൽ ആഴത്തിൽ വേരോടി തുടങ്ങി. അതാദ്യം തന്നെ അവൻ പോലും പറയാതെ തിരിച്ചറിഞ്ഞ യാഷായിരുന്നു. അന്ന് 4 സംഘം ബികോം 2ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു. സിധുവിന്റെ നിർബന്ധം കൊണ്ട് അവന്റെ പ്രണയം അവനും യാഷിനും ഇടയിൽ ഒതുങ്ങി. മൂന്നാമതൊരാൾ ആ വിവരം ഒരു വിധത്തിലും അറിഞ്ഞില്ല. യാഷ് ഒരുപാട് തവണ അവന്റെ പ്രണയം തുറന്നു പറയാൻ പറഞ്ഞെങ്കിലും അവൻ തയ്യാറായിരുന്നില്ല. പറഞ്ഞു മടുത്തിൽ പിന്നെ യാഷ അതും പറഞ്ഞ് സിധുവിനെ നിർബന്ധിക്കാനും ശ്രമിച്ചില്ല. ബിരുദപഠനം അവസാനിച്ച ശേഷം ബിരുദാനന്തര ബിരുദവും 4 സംഘം ഒരുമിച്ച് ഒരേ കോളേജിൽ തന്നെ ചെയ്തു. അതിനിടയിൽ ഒരിക്കൽ പോലും സിധു തന്റെ പ്രണയം നിക്കി നോ പറയുമോ എന്ന് ഭയന്ന് അവളോട് പറഞ്ഞില്ല. പക്ഷെ അവന്റെ വൺ സൈഡ് ലവിന് യാതൊരു കോട്ടവും സംഭവിച്ചതുമില്ല. എംകോം കഴിഞ്ഞ ശേഷം 4 സംഘം ബാംഗ്ലൂർ തന്നെയുള്ള വ്യത്യസ്ത കമ്പനികളിൽ ട്രെയിനിങ് കഴിഞ്ഞ് ജോലി കയറി. അവസാനം 1 മാസം മുമ്പ് യാഷിന്റെ ഉപദേശംകാരൻ നിക്കി നോ പറഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് സിധു തന്റെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു. അതും യാഷിന്റെയും ലച്ചുവിനെയും ഫ്ലാറ്റിൽ വെച്ച്. ഇതിനിടയിൽ ഒരു ജോലി ആയതോടെ യാഷി ലച്ചുവിനെ തന്റെ ലൈഫ് പാർട്ണറായി കൂടെ കൂട്ടിയിരുന്നു. സിധു തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. എങ്കിലും നിക്കി അതിനോട് പ്രതികരിക്കാതെ അന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം ഇരുവരും യാതൊരു കോണ്ടാക്റ്റുമില്ലായിരുന്നു. ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായിട്ടൊന്ന് മീറ്റ് ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് നിക്കിയായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇരുവരും സൺഷൈൻ കഫേയിൽ എത്തിപ്പെട്ടത്. സിധു, നിക്കിയുടെ വിളിയാണ് അവനെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. അവനൊരു ചെറിയ ഞെട്ടിലോടെ തന്റെ കൂടെ നടക്കുന്നവളെ നോക്കി. താൻ കാര്യദൂരെ പറഞ്ഞില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ സ്റ്റേറ്റ്സിലേക്ക് പോവാ. അവളുടെ വാക്കുകൾ കേട്ടതും സിദ്ധു ഒരു ഞെട്ടിലോടെ അവളെയും നോക്കി. നിക്കി, പോവാടോ. അമ്മയും അച്ഛനും സെപ്പറേറ്റ് ആയത് പിന്നെ മാമൻ ഒരുപാട് നിർബന്ധിച്ച സ്റ്റേറ്റ്സിലേക്ക് ചെല്ലാൻ. ഇപ്പൊ അമ്മയും അത് തന്നെ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു ജോലിയും സെറ്റായിട്ടുണ്ട്. പോകുന്ന വിവരം പറയാൻ വേണ്ടി എനിക്ക് അടുപ്പമുള്ളത് നിങ്ങൾ 3 പേരോടും മാത്രമാണല്ലോ. യാഷിനോട് ലച്ചുവിനോട് ഇവരെ ഞാൻ ഇന്നലെ രാത്രി കോൾ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അവൾ പറഞ്ഞതിനെല്ലാം മറുപടിയായി അവനൊന്ന് മൂളി. അതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല. സോറി, നിനക്ക് എന്നുള്ള പ്രണയം എനിക്കറിയായിരുന്നു സിദ്ധു. പക്ഷെ ഒരുപാട് ഫാമിലി പ്രോബ്ലംസിനിടയിൽ അമ്മയായിട്ടൊന്ന് സെറ്റിലാവണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് പ്രണയിക്കാനൊന്നും സമയമില്ല സിദ്ധു. ഇനി എന്തെങ്കിലും നമ്മൾ തമ്മിൽ കാണുമോ? ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ എന്ന പോലെ അവൻ ചോദിച്ചു. അവൻ്റെ ആ വാക്കുകൾ കേട്ടതും അവൾ നിന്നു. പിന്നെ അവന് നേരെ തിരിഞ്ഞെറുകെ കെട്ടിപ്പിടിച്ചു. ഉണ്ടാവില്ലായിരിക്കുമല്ലേ? കുറച്ച് സമയത്തിന് ശേഷം അവൾ തന്നിൽ നടത്തി മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ കണ്ണെത്താ ദൂരത്തോളം വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന കടലിലേക്ക് നോട്ടം തെറ്റിച്ചു. സ്റ്റേറ്റ്സിലൊരു ജോബായിരുന്നില്ലേ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? കൺഗ്രാറ്റ്സ്. അവൾ ഒന്നുകൂടി ആക്കി ചെയ്തുകൊണ്ട് അവൻ വിഷ് ചെയ്തു. അത് കേട്ട് നിൽക്കി അവനെ നോക്കി ഞാൻ ചെറുതായി പുഞ്ചിരിച്ചു. താങ്ക്സ്. അവളുടെ നന്ദി വാക്കിന് മറുപടിയായി അവനൊന്ന് പുഞ്ചിരിച്ചു. എന്നാൽ ഞാൻ ചെല്ലട്ടെ സിദ്ധു. പോകുന്നതിന് മുമ്പ് ഒരുപാട് ജോലികൾ ചെയ്തെടുക്കാറുണ്ട്. ഇന്ന് രാത്രി ഞാൻ കൊച്ചിയിലേക്ക് മടങ്ങും. അവിടുന്ന് അമ്മയെ കൂട്ടി സ്റ്റേറ്റ്സിലേക്ക്. അവനൊന്ന് പുഞ്ചിരിച്ചു ആത്മനിന്ദയോടെ. തീരത്തെ മണൽത്തരികൾ ആവേശത്തോടെ ആഞ്ഞു ചുംബിക്കുന്ന തിരമാലകളെ തന്നെ കണ്ണിമൊട്ടാ നോക്കി നിന്നു. നീക്കി ഒന്നുകൂടി അവനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞിടന്നു. അവൾ പോയെന്നുറപ്പായതും അവനൊന്ന് പിന്തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കാൻ നടന്നു നീങ്ങുന്നവളെ കാണുകെ കൺകോണിൽ കണ്ണുനീർ പടർന്നു. അവന്റെ കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണുനീർ മൃദുവായി കവിളിണകളെ ചുംബിച്ചു. പതിയാവ മണൽത്തരികൾക്കിടയിൽ മറഞ്ഞു. സിധു, പുറകിൽ നിന്ന് യാഷിന്റെ ശബ്ദം കേട്ടതും സിധു പെട്ടെന്ന് തന്നെ പാനിന്റെ പോക്കറ്റിൽ നിന്നൊരു കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു. അപ്പോഴേക്കും യാഷ് അവന്റെ ഒരു വശത്തുകൂടി അവനെ ചേർത്ത് പിടിച്ചിരുന്നു. നിങ്ങളെങ്ങനെ അറിഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന്? അവൻ ആശ്ചര്യത്തോടെ യാഷിനോടായി ചോദിച്ചു. യാഷ് ഒന്ന് പുഞ്ചിരിച്ചു. നിക്കി പറഞ്ഞു നില തന്നെ നിന്നെ ഒന്ന് കാണുന്നു. നീ ഇങ്ങനെ വിഷമിക്കല്ലേ സിധു, അവൾ നിന്നെ അറിയിക്കുന്നില്ലടാ. ലച്ചു അവന്റെ മറുവശത്ത് നിന്ന് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു, പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിക്കി ചെയ്താണ് ശരി എന്ന് വെച്ച് ഞാൻ എൻ്റെ പ്രണയം അവസാനിപ്പിക്കുന്നതെന്നല്ല. ഞാൻ അവളെ ഇനിയും പ്രണയിച്ചുകൊണ്ടേയിരിക്കും, പഴയതുപോലെ തന്നെ. ചിലപ്പോൾ പഴയതിലും ശക്തമായി. അതുതന്നെയല്ലേ വൺ സൈഡ് ലവിൻ്റെ പ്രത്യേകതയും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാം, ആലോചിക്കാം, സ്വപ്നം കാണാം. അതിന് നമുക്ക് അവരുടെ അനുവാദം വേണ്ടല്ലോ. ഞാൻ ചെല്ലട്ടേടാ. അത്രമാത്രം പറഞ്ഞ് കൂടുതൽ സംസാരത്തിന് ഇട നൽകാതെ സിദ്ധു തിരിഞ്ഞടന്നു. യാഷിൽ ലച്ചു എന്ന് മുഖാമുഖം നോക്കി. അവന് നല്ല വിഷമമുണ്ട് യാഷ്. ഉണ്ടാവും ലച്ചു. അവൻ അത്രയും നിൽക്കി ഇഷ്ടപ്പെട്ടിരുന്നു. അവളുടെ ന്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരുന്നില്ല അവനവളോട് അവൻ്റെ പ്രണയം പറയാതിരുന്നു. പകരം അവളൊരു വിധത്തിൽ അവൻ കാരണം വേദനിക്കാതിരിക്കാനായിരുന്നു. യാഷ് അതും പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ തന്നെ നെഞ്ചോടി ചേർത്ത് പിടിച്ചു. അപൂർവം ചിലരുടെ പ്രണയങ്ങൾ അങ്ങനെയാണ്. മൗനമായിരിക്കും, ആരെയും അറിയിക്കാതെ, വേദനിപ്പിക്കാതെ, സ്വയം ഉരുകി തീർത്തും കുറ്റപ്പെടുത്തിയുമുള്ള പ്രണയം.
ബീച്ചിന്റെ പാർക്കിംഗ് ലോട്ടിലുണ്ടായിരുന്ന തന്റെ ബുള്ളറ്റ് എടുത്ത് ഫ്ലാറ്റ് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ അവന്റെ ചിന്തകളിൽ മുഴുവൻ അവളായിരുന്നു. അവന്റെ മാത്രം പ്രണയമായിരുന്നു അവൾ. ഇനിയൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാവുമോ നിക്കി അറിയില്ല. മറക്കാൻ കഴിയുമോ അതും എനിക്കറിയില്ല. കാരണം ഞാൻ അത്രമേൽ തന്നെ പ്രണയിച്ചു പോയി. മറക്കാൻ ശ്രമിക്കാം, കഴിയില്ലെന്നറിയാം. എങ്കിലും എന്തെങ്കിലും സാധിച്ചാലോ എന്ന ശുഭപ്രതീക്ഷയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാൻ ബുള്ളറ്റുമായി ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കേറിയ റോഡിലൂടെ മുന്നോട്ട് നീങ്ങി. അവന്റെ പ്രണയത്തെ ഓർക്കവേ ഇടയ്ക്കെപ്പോഴും അവന്റെ ഇരുമിഴികളും വീണ്ടും കറങ്ങി തുടങ്ങിയിരുന്നു. One side love is so beautiful because no commitments, no worries. Just look at your crush and smile. But it is the most painful feelings in the world.